بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, വളരെ പുണ്യമാക്കപ്പെട്ട മാസം റജബ് മാസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം കൊണ്ട് വിജയിച്ചവരിൽ നമുക്ക് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ മാസത്തിനും ഒരേ പദവിയല്ല, എല്ലാ മനുഷ്യർക്കും ഒരേ പദവിയല്ല. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഭക്ഷണത്തിനും നമ്മൾ ഓരോ പദവിയല്ല നൽകാറുള്ളത്. നല്ല പൊരിച്ച ഭക്ഷണം വരുമ്പോൾ, നല്ല രുചിയുള്ള ഭക്ഷണം വരുമ്പോൾ അതിനോട് നമുക്ക് വേറെ ഒരു സമീപനമാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോ വാഹനത്തിനും ഓരോ ശ്രേഷ്ഠതയും ഓരോ ഇമ്പവും നമ്മുടെ സ്നേഹവുമാണ്. എന്നതുപോലെ മാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിച്ച ചില മാസങ്ങളുണ്ട്. അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ഫീഹാ അർബഅത്തുൻ ഹുറും, മാസങ്ങളെ എണ്ണി 12 മാസങ്ങളാണുള്ളത് എന്നൊക്കെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന് ഫീഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾ അത് ഹറാമായ അഥവാ യുദ്ധം ഹറാമായ മറ്റു തെറ്റുകുറ്റങ്ങളൊക്കെ പരമാവധി നമ്മൾ മാറി നിൽക്കേണ്ട മാസമാണ് എന്ന് നമ്മോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഹബീബായ തങ്ങളിലൂടെ ജിബ്രീൽ മുഖാന്തരം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന മാസത്തിൽപ്പെട്ട ഒരു മാസമാണ് റജബ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നീ കോൺസിക്വൻ്റായി അടുത്തടുത്തുള്ള മാസങ്ങളും ഒറ്റയായി നിൽക്കുന്ന റജബ് മാസവും ഈ 4 മാസം മറ്റു മാസങ്ങളെ പോലെയല്ല. ആ റജബ് മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പോരിശ കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഈ മാസം കേവലം മാസമല്ല എന്ന് പറയാൻ കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ശഹറു ഉമ്മത്തി. ശഹറുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസം എന്ന് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന, അഥവാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മാസമാണ് ഈ റജബ്. അള്ളാഹിന്റെ മാസം എന്ന് പറയുമ്പോൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൽ ഈമാനുള്ള വിശ്വസിക്കുന്നവരൊക്കെ അവരെ പ്രത്യേകത പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചത് തന്നെ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയങ്ങളിൽ അവർ ശക്തിയായ സ്നേഹവും വലിയ ഇമ്പം കാണിക്കുന്നവരാണ് എന്ന് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, കേവലം ഒരു സ്നേഹമല്ല, ഒരു അഭിനയമോ ഒരു നാടകമോ അല്ല, മറിച്ച് ശക്തിയായ മഹബത്ത്, അള്ളാഹുവിനോട് സ്നേഹമുള്ള രൂപത്തിലാണ് ഒരു വിശ്വാസിയുടെ മനസ്സ് എന്ന് പറയുമ്പോൾ ഖുർആനിലെ വേറൊരു ആയത്ത് കാണാം, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ശിആറുകൾ, ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ, നമ്മളൊക്കെ പള്ളി ബഹുമാനിക്കുന്നവരാണ്, സ്ഥാപനങ്ങളെ ആദരിക്കുന്നവരാണ്, മദ്രസയെ ഇഷ്ടപ്പെടുന്നവരും അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഇൽമിൻ്റെ മാർഗത്തിലുള്ള ഉസ്താദുമാരെയും അതിനോടനുബന്ധിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മഹബത്ത് വെക്കുന്നത് അതൊന്നും അവരോടുള്ളൊരു സ്നേഹമല്ല, പകരം അതൊക്കെ അള്ളാഹുവിൻ്റെ ശിആറുകളാണ്. ആ വമൻ യുഅള്ളിം ശആഇറല്ലാഹി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട് വിജയിച്ചു കിട്ടാനാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിആറിൽപ്പെട്ട ഒരു ശിആറ് കൂടെയാണ് റജബ് മാസം. കാരണം എന്താണ്? റജബുൻ ശഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമാണ് റജബ്. അപ്പോൾ ഈ മാസം മറ്റു മാസത്തെ പോലെ കാണേണ്ട ഒരു മാസമല്ല, ധാരാളം ഇബാദത്തുകൾ എടുക്കേണ്ട മാസമാണ്. നല്ലോണം നോമ്പെടുത്തും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന നന്മകൾ അതിൽ 10 മടങ്ങായി ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ റജബ്. നമ്മളൊക്കെ ഉമ്മമാര് പഴയ കാലത്തെ നമുക്കറിയാം, അവർ റജബ് മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് 6 നോമ്പിലാണ് അവരെ നോമ്പ് അവസാനിക്കുക. ഇതൊക്കെ ഈ മാസങ്ങളോടുള്ള തഅദീമാണ്, ബഹുമാനമാണ്. കാരണം എന്താ? നമ്മുടെ
അമലുകൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഈ റജബ് മാസം നമുക്ക് വിളവിറക്കാനുള്ള മാസമാണ്. ഒരു കൃഷിക്കാരൻ അവൻ ആദ്യം അതിന് വിളവിറക്കി, പിന്നെ അതിനെ നനച്ച് പാകപ്പെടുത്തി, പിന്നെ വിളവെടുക്കുന്ന സമയമുണ്ട്. ഇങ്ങനെ വിളവിറക്കേണ്ട മാസമാണ് ഈ മാസം, റജബ് മാസം. റജബ് കഴിഞ്ഞ് ശഅബാനിലെത്തുമ്പോൾ അതിനെ നനച്ച് പാകപ്പെടുത്തി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനെ പോഷിപ്പിച്ചെടുത്ത് റമദാനാകുന്ന മാസം നല്ല ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് ഇതിനൊക്കെ വിളവെടുക്കേണ്ട, ഇതിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കേണ്ട മാസം റമദാനും കൂടെയാണ്. ഇങ്ങനെ നമ്മുടെ ഇമാമികൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഈ മാസം മുതൽ എല്ലാ നന്മയിലും വളരെ ജാഗരൂകരായി അതിനൊക്കെ മുന്നോട്ട് നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. മുത്തുനബിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളലാണ്. ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വന്നിട്ട് നബിയെ കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ എൻ്റെ അടുത്ത് പൈസയില്ല, പകരം ഇന്ന ഒരു ഫുലാൻ വ്യക്തിയുണ്ട്, നീ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോ, ഞാൻ അതിനെ വീട്ടിക്കൊള്ളാം. നീ കടം വാങ്ങി നിന്റെ ആവശ്യങ്ങൾ നടത്തിക്കോ, ഞാൻ അതിനെ വീട്ടിക്കൊള്ളാം, എൻ്റെ അടുത്ത് ഇപ്പോൾ തരാനുള്ളൊരു ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ നിമിതങ്ങൾ പറഞ്ഞേക്കുകയാണ്. ആരെയും മടക്കാത്ത ഒരു സ്വഭാവം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രതീക്ഷയെയും വാതിൽ കുട്ടിയടക്കാത്ത സ്വഭാവമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുത്തുനബിയെ തങ്ങൾ എന്താണ് ഇതിനൊക്കെ ഏറ്റെടുക്കുന്നത്? തങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേച്ചാൽ പോരെ, എന്തിനാണ് പ്രയാസപ്പെട്ട് ഒരു പ്രയാസം കൂടെ തങ്ങൾ ഏറ്റെടുക്കുന്നത്? അല്ലാതെ തന്നെ എത്ര കാര്യങ്ങൾ തങ്ങളെ മേലിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങളുണ്ട് നബിയെ, എന്തിനാണ് ഒരാളിങ്ങനെ വിഷമം എന്ന് പറയുമ്പോഴേക്ക് തങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മുണ്ടിയില്ല. ഒന്നും പ്രതിവചിക്കാതെ നിൽക്കുമ്പോഴാണ് വേറൊരു സ്വഹാബി പറഞ്ഞത്, മുത്തുനബിയെ തങ്ങൾ ഇങ്ങനെ ചെയ്യണം, കാരണം തങ്ങളെ അല്ലാഹു അയച്ച ഈ രൂപത്തിലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും റഹ്മത്തായി കാരുണ്യമായാണ് അല്ലാഹു ഹബീബായ തങ്ങളെ അയച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളെ മുഖം പ്രസന്നമാവുകയും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ ഉമറേ, ഇതിനാണ് അല്ലാഹു എന്നെ അയച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് നിൽക്കുന്ന പ്രശ്നമില്ല എന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ താല്പര്യം? വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അല്ലാഹു ഫീ ഔനിൽ അബ്ദ്, ഒരു അടിമയുടെ വിഷയത്തിൽ അല്ലാഹു വളരെ സന്തോഷവാനായി ഉണ്ടാകും. ഏത് കാലത്തോളം? മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അവൻ മറ്റൊരാളുടെ വിഷയത്തിൽ വളരെ സഹകരിക്കുന്ന കാലത്തോളം. അഥവാ നമ്മുടെ സുഹൃത്തിന് വീടില്ല, നമ്മുടെ സുഹൃത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ ബന്ധമുള്ള എന്ന് മാത്രമല്ല, നമുക്കറിയുന്ന ഒരാൾക്ക് വല്ല വിഷമമുണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തു കൊടുത്താൽ അള്ളാഹു നമ്മുടെ വിഷയങ്ങൾക്കും ഫതഹ തരുന്നതാണ്. അള്ളാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങളും ഖൈറാത്തുകളൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഇത്തരം നല്ല സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട മാസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഈ റജബ് മാസം ആ രൂപത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതാകണം. ഇതിന് റജബുല്ലാഹിൽ അസബ് എന്ന പേരും കൂടിയുണ്ട്. ധാരാളം പേര് ഈ മാസത്തിലുണ്ട്. റജബുല്ലാഹിൽ അസബ് എന്ന് പറഞ്ഞാൽ സൊബ്ബല്ലാഹു സൊബ്ബ എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാൻ സാധിക്കും. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന ഒരു മാസം കൂടിയാണ് ഈ റജബ് മാസം. എത്ര മഹാന്മാരാണ് ഈ മാസത്തിൽ വഫാത്തായി പോയത്. മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവർ വഫാത്തായത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മോട് വിട്ടുപിരിഞ്ഞതും ഈ മാസത്തിലാണ്. മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ മാസമാണ് ശഹ്റു റജബ്.
അതുപോലെ തന്നെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാസമാണ് ഈ മാസം. അങ്ങനെ ധാരാളം മഹാന്മാർ വിട്ടുപിരിയാൻ ആഗ്രഹിച്ച നല്ല മാസമാണ് ഈ മാസം. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ നന്മയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ ധാരാളം ചെയ്യേണ്ട മാസമാണ് ഈ മാസം എന്ന് ഉണർത്തി ഇൻഷാ അല്ലാഹ് ഇത്തരം ഖൈറാത്തുകളിലും നന്മകളിലൊക്കെ നമ്മൾ മുന്നേറി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് ഈ ലോകവും വിജയിക്കുന്നവരിൽ നമ്മളൊക്കെ ഉൾപ്പെടണം. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.